സക്കായിയുടെ മാനസാന്തരം നിങ്ങൾക്കറിയാം. യേശു വീട്ടിൽ വന്നപ്പോഴെ പറഞ്ഞു, ഗുരു പകുതി ദരിദ്രന്മാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. ആരോടെങ്കിലും വല്ലതും ചതിവായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതാ മാനസാന്തരം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയാം, അന്യൻ്റെ ഒന്നും നിന്റെ കൈവശം കാണരുത്. കൈവെടിപ്പായിരിക്കണം. ചേട്ടനോ അനിയനോ ചേട്ടത്തിക്കോ അനിയത്തിക്കോ അപ്പനോ മക്കൾക്കോ സഹോദരങ്ങൾക്കോ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതൊന്നും അടിച്ചു മാറ്റരുത്. കള്ളയാധാരം ഉണ്ടാക്കരുത്. അപ്പം ജാഗാറായി കിടന്നിട്ട് ഇങ്ങനെ ചരിഞ്ഞ് കിടന്നപ്പോൾ കുറുക്ക് കൊടുത്ത കൂട്ടത്തിൽ തള്ളവരെ പിടിച്ച് അവരെ നമുക്ക് അതിൻ്റെ പോയി കള്ളയാധാരം ഉണ്ടാക്കി. ശുഭം വരത്തില്ല. കൈവെടിപ്പായിരിക്കണം. ആരെയും ചതിക്കരുത്, ആരെയും വഞ്ചിക്കരുത്. മറ്റൊരുത്തൻ്റെ 1 രൂപ പോലും നീതിക്ക് നിരക്കാത്ത നിന്റെ കൈവശം കാണരുത്. കൈവെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. കൈവെടിപ്പായിരിക്കണം. ദൈവത്തിന് മഹത്വം. വെടിപ്പായിരിക്കണം കയ്യെ. അതാണ് മാനസാന്തരം. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം കേട്ടാൽ എന്തോ സംഭവിക്കും. ഒന്ന്, മാനസാന്തരം ഉണ്ടാകും.